മഹീന്ദ്രയിൽ നിന്ന് ഇതാരും പ്രതീക്ഷിച്ചില്ല. ടാറ്റ നെക്സോണിനെ പൂട്ടാൻ 3XOയുടെ CNG വേരിയന്റ് വരുന്നു. മഹീന്ദ്ര നേരത്തെ അവരുടെ ലോഗൺ KUV100 മോഡലുകൾക്ക് CNG നൽകിയിരുന്നെങ്കിലും അതൊരു വിജയമായിരുന്നില്ല. പക്ഷേ 3XOയിലേക്ക് വരുമ്പോൾ ഇത് വെറും ഒരു സാധാരണ CNG മോഡൽ ആയിരിക്കില്ല. 3XOയ്ക്ക് നിലവിൽ രണ്ട് 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത്. 111 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലും 131 ഹോഴ്സ് പവറിന്റെ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മോഡലും. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മോഡൽ കുറച്ച് കോംപ്ലക്സും അതേപോലെ തന്നെ കോസ്റ്റ്ലിയും ആയതുകൊണ്ട് തന്നെ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലായിരിക്കും CNG ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 100 ഹോഴ്സ് പവറും 170 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് ടാറ്റ നെക്സോൺ ICNGക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ടർബോ ചാർജ്ഡ് CNG മോഡലായിരിക്കും 3XO. ഒരു എക്സിസ്റ്റിംഗ് മോഡലിലേക്ക് CNG ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്ന കാര്യമാണ് അതിന്റെ ബൂട്ട് സ്പേസ്. നെക്സോൺ ICNGക്ക് നോർമലി അതിന്റെ സ്റ്റാൻഡേർഡ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 392 ലിറ്റർ ആണ്. CNG വന്നപ്പോൾ അത് 321 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. ഏകദേശം 30 ലിറ്റർ കപ്പാസിറ്റിയുള്ള രണ്ട് CNG ടാങ്കുകളാണ് ഇവിടെ നെക്സോൺ ICNGയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള 3XOയ്ക്ക് ആകെ ഉള്ളത് 295 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിലും ഒരു ഡ്യുവൽ ടാങ്ക് ഓപ്ഷൻ തന്നെയായിരിക്കും മഹീന്ദ്ര പരീക്ഷിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ നിലവിൽ മാരുതി സുസുക്കി ലോഞ്ച് ചെയ്ത വിക്ടോറിയസിൽ കണ്ടതുപോലെ ഒരു അണ്ടർ ബോഡി ടാങ്ക് സെറ്റപ്പ് യൂസ് ചെയ്യേണ്ടി വരും. നിലവിലുള്ള ബേസ് മോഡലുകളിലും ഒരു മിഡ് വേരിയന്റിൽ നമുക്ക് CNG പ്രതീക്ഷിക്കാം. 9 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കുന്ന ഈ ഒരു മോഡൽ ഈ വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ 2027 ആദ്യത്തോടെയോ വിപണിയിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. നെക്സോൺ ICNG ആയിരിക്കുമോ അതോ 3XO CNG ആയിരിക്കുമോ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതോ അപ്കമിംഗ് ബ്രസ്സ ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട.